നമ്മുടെ KCB ഉദ്യോഗസ്ഥരെ കുറിച്ചാണ്. നല്ല മനുഷ്യർ കുറെ അതിലുമുണ്ട് കേട്ടോ. നന്മ നിറഞ്ഞ മനുഷ്യരെന്ന് പറയാം. വിളക്കിലൊഴിക്കാൻ മണ്ണെണ്ണ പെർമിറ്റിനായി ചെന്ന വീട്ടമ്മയ്ക്ക് വൈദ്യുതി എത്തിച്ചു നൽകിയ KCB. കണ്ണൂർ ഇരുവേരി സ്വദേശിയായ ഷീലയ്ക്കും ഭർത്താവ് ശ്രീകുമാറിനുമാണ് ജീവനക്കാർ പിരിച്ചെടുത്ത തുക ഉപയോഗിച്ച് വൈദ്യുതി കണക്ഷൻ നൽകിയത്. കറണ്ട് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. എല്ലാം ഒരു സ്വപ്നം പോലെയാണ് ഷീലയ്ക്ക്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നേരം വീടും മനസ്സും നിറച്ച് വെളിച്ചമെത്തി. ലൈഫിൽ പണിതതാണ് വീട്. വയറിംഗ് പൂർത്തീകരിക്കാൻ പണമില്ലാത്തതിനാൽ വൈദ്യുതി കണക്ഷന് അപേക്ഷിച്ചില്ല. മണ്ണെണ്ണയ്ക്ക് വേണ്ടി പെർമിറ്റിന് അപേക്ഷിക്കാൻ പെർളശ്ശേരിയിലെ KCB ഓഫീസിലെത്തിയതാണ്. സാറേ, ഞാൻ ഇങ്ങനൊരു അപേക്ഷ പുതിയ വീടാണ്, ഇരുവേരിക്കാവിൻ്റെ അടുക്ക കോളനിയിലാണ് എന്നൊക്കെ പറഞ്ഞു. അന്നേരം പറഞ്ഞ് പിന്നെ കറണ്ട് വേണോ, ഇത് മണ്ണെണ്ണ വേണം ചോദിച്ചു. ഞാൻ പറഞ്ഞു കറണ്ട് വേണം, പക്ഷെ തൽക്കാലം മണ്ണെണ്ണയും വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഞങ്ങൾ വന്ന് നോക്കട്ടെ. അപ്പോൾ ആ കാറ്റും മഴേൻ്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ 3-4 ദിവസം വന്നില്ല. വന്നപാട് എന്നോട് പറഞ്ഞു, ചേച്ചി അറിയാമല്ലോ. ഞാൻ പറഞ്ഞു എനിക്കും അറിയാം, എവിടെയും കാറ്റും മഴ തന്നെ, അതുകൊണ്ട് എനിക്ക് വിഷമമില്ല. ഞാൻ പറഞ്ഞ് ഞങ്ങൾ നോക്കിയിട്ട് പിന്നെ സ്വിച്ച് ബോർഡ് ചെയ്തിനോ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അവർ വന്ന് കറണ്ടെല്ലാം നോക്കിയിട്ട് പോയി. ജീവനക്കാർ പിരിച്ചെടുത്ത തുക ഉപയോഗിച്ച് വയറിംഗ് പൂർത്തിയാക്കി. മീറ്റർ സ്ഥാപിച്ചു. ഇരുട്ട് നിറഞ്ഞ മുറികളിൽ വെളിച്ചമെത്തി. ഉടനെ നമ്മൾ ഇവിടെയുള്ള സജീവ് എന്ന പേരുള്ള ഒരു വയർമാൻ കോൺട്രാക്ടറെ കാണുകയും അയാൾ വയർ ചെയ്ത് തരാമെന്ന് പറയുകയും മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്റ്റാഫ് പറ്റുന്ന പണി വർക്ക് നമ്മുടെ സ്റ്റാഫ് വർക്ക് കാര്യങ്ങൾ പോലുള്ള നമ്മുടെ സ്റ്റാഫുകളിൽ പോയിട്ട് നേരിട്ട് ചെയ്യുകയും ബാക്കിയുള്ളവരും കൂടി ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഓരോ ആൾക്കാരും ഫിസിക്കലിയും മറ്റും ഓരോ ആൾക്കാരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓഫീസിലെ ഓരോ ആൾക്കാരും വർത്തിടാനും അന്നത്തെ ദിവസം തന്നെ നമ്മൾ പോസ്റ്റ് കൊണ്ടുപോയി ആൾക്കാർ തന്നെ ഇവിടുന്ന് കൊണ്ടുപോയി അന്ന് തന്നെ ഫിസിക്കലി നമ്മളെല്ലാ ആൾക്കാരും അന്നത്തെ ദിവസം കൊണ്ട് തന്നെ അധ്വാനിച്ച് അത് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഒരു റേഡിയോ വേണം, വീട് പണി പൂർത്തീകരിക്കണം. ഇവയാണ് ഷീലയുടെ മനസ്സിലെ ഇനിയുള്ള ആഗ്രഹങ്ങൾ. നന്മ ചോരാത്ത മനസ്സുകൾ ചേർത്ത് നിർത്തുമെന്ന പ്രതീക്ഷയും ഈ അമ്മയ്ക്കുണ്ട്. മാതൃഭൂമി ന്യൂസ് കണ്ണൂർ. ഫെലിക്സ് പുള്ളിക്കൽ കാര്യങ്ങൾ പറയാൻ നമ്മുടെ കൂടെയുണ്ട്. ഫെലിക്സ്, വൈദ്യുതി ഇല്ലാത്തൊരു സമയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ലല്ലേ? അരമണിക്കൂറായാലും അതിൽ കൂടുതലായാൽ പോലും ഒന്ന് കറണ്ട് പോയാൽ വീട്ടിലൊക്കെ ഇരുന്ന് എവിടെയായാലും ഒന്ന് അസ്വസ്ഥമാകുന്നവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. അതിനിടയിലാണ് ആ കുടുംബം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കും അതിന് അപേക്ഷ പോലും നൽകാതെ മണ്ണെണ്ണ പെർമിറ്റിനൊക്കെ ആയിട്ട് ചെന്നതല്ലേ? അപ്പോഴും അവരുടെ കഷ്ടപ്പാടൊക്കെ കണ്ട് ജീവനക്കാരെല്ലാവരും ചേർന്ന് അവർക്ക് വൈദ്യുതി എത്തിച്ചു നൽകിയല്ലോ. വളരെ പ്രയാസപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നവരാണ് ഈ ഷീലയും ഭർത്താവ് ശ്രീകുമാരും. അവരെ സംബന്ധിച്ചിടത്തോളം ലൈഫ് പദ്ധതി വഴി വീട് വെക്കാൻ പണം കിട്ടി. അതുകൊണ്ട് വീട് വെച്ചു, പക്ഷെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് ഈ വയറിങ്. ഇപ്പോൾ വയറിങ് വീട് നിർമ്മിച്ചപ്പോൾ ചെയ്തതാണ്. അതിനപ്പുറത്തേക്ക് ചെയ്യാൻ ഇവരുടെ കയ്യിൽ കാശില്ല. ഈ സ്വിച്ച് ബോർഡ് അടക്കം സ്ഥാപിക്കണം. അതുകൊണ്ട് അത് അവർ ഉപേക്ഷിച്ചു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ, ഇരുണ്ട വെളിച്ചത്തിലാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ അവർക്ക് അപ്പുറത്തെ വീട്ടിൽ പോകണം, ഒന്ന് TV കാണണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോകണം. അതാണ് അവസ്ഥ. ഈ ഷീല എന്ന് പറഞ്ഞ സ്ത്രീ അസുഖബാധിതയാണ്, അവർക്ക് ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല. ശ്രീകുമാറാകട്ടെ ജോലി ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ശ്രീകുമാറിന് കിട്ടുന്ന വരുമാനമാണ് ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് മാത്രമാണ്. അങ്ങനെയാണ് ഇവർക്ക് പഴയ വീട്ടിൽ വൈദ്യുതി ഉണ്ടായിരുന്നു. അപ്പോൾ KCB ഓഫീസിൽ ചെന്നിട്ട് അത് വൈദ്യുതീകരിച്ചിട്ടില്ല, ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വൈദ്യുതി ഇല്ല എന്ന് മാറ്റിത്തരാൻ വേണ്ടിയാണ് ഇവർ പെർളശ്ശേരിയിലെ KCB ഓഫീസിൽ ചെല്ലുന്നത്. അപ്പോൾ ആ ഓഫീസർ ചോദിച്ചു, അതെന്താണ് നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ലാത്ത? അപ്പോൾ പറഞ്ഞു ഇങ്ങനെ അതിനുള്ള പണം ഞങ്ങളുടെ കയ്യിലില്ല എന്ന്. അങ്ങനെ എന്നാൽ പിന്നെ നോക്കട്ടെ എന്ന് പറയുകയും ഉദ്യോഗസ്ഥരെ ആ വീട്ടിലേക്ക് വിടുകയും എന്താണ് ആ വീട്ടിൻ്റെ അവസ്ഥ എന്ന് നോക്കുകയും ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ ദയനീയമായൊരവസ്ഥയാണ്. എങ്കിൽ പിന്നെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇവർക്ക് വൈദ്യുതി നൽകാം, കണക്ഷൻ നൽകാമെന്നൊരു തീരുമാനത്തിലേക്ക് ആ ഓഫീസറിലെ ജീവനക്കാരെല്ലാം കൂടി ചേർന്ന് എത്തുന്നു. അങ്ങനെ എല്ലാവരും ഒരുമയോടെ പ്രവർത്തിച്ച് ഈ വയറിങ് ചെയ്യാനുള്ള പണം നൽകുന്നു. ഒപ്പം തന്നെ എർത്തിങ് അതൊക്കെ തന്നെ ഇവർ ചെയ്യുന്നു. അങ്ങനെ പോസ്റ്റൊക്കെ ഇവിടെ എത്തിച്ച് അങ്ങനെ വൈദ്യുതി നൽകുകയാണ് ഉണ്ടായത്. അപ്പോൾ വൈദ്യുതി കിട്ടിയ സമയത്ത് ഷീല അമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം തന്നെയാണ്. കാരണം അവർ പ്രതീക്ഷിക്കാത്തൊരു നിമിഷത്തിലാണ് ഇതൊക്കെ തന്നെ സംഭവിച്ചത്. അപ്പോൾ അവർക്ക് വലിയ ആഗ്രഹമുണ്ട്, റേഡിയോ വാങ്ങണം, ആ വലിയ വീട് മോടി പിടിപ്പിക്കുക എന്നതല്ല, പക്ഷെ അത്യാവശ്യം കുറച്ചുകൂടെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൂർത്തീകരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. 1-2 ബൾബ് കൂടി ഇടാനുള്ള സംവിധാനം വേണം. അപ്പോൾ അതൊക്കെയാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ശ്രമം അല്ലെങ്കിൽ ഇങ്ങനെയൊരു വലിയ ഒരു കൂട്ടായ ഒരു കരുതൽ
KSEB ജീവനക്കാരുടെ ഭാഗത്തും ഉണ്ടായി എന്നതാണ്. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമാണെന്ന് പലർക്കും തോന്നുമെങ്കിലും ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒന്നാണ്. ശരിയാണ് ഫെലിക്സ്, ഒരിക്കലും അത് കേൾക്കുന്ന നമുക്കായാലും ചെറിയ കാര്യമായിട്ട് തോന്നുകയില്ല എന്നുള്ളതാണ്. വലിയൊരു കാര്യം തന്നെയാണ്. കഷ്ടപ്പാടുകളൊക്കെ കണ്ടറിഞ്ഞ് അവരെല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബത്തിന് കൈത്താങ്ങാകുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്നൊന്ന് കറണ്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്രത്തോളം അസ്വസ്ഥമാകും. അതിനിടയിലാണ് ആ കഷ്ടപ്പാടുകൾക്കിടയിൽ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ കുടുംബം മുന്നിലേക്ക് ചെന്നപ്പോൾ ആ കഷ്ടപ്പാട് കണ്ടറിഞ്ഞ് ഇവരെല്ലാം സഹായിച്ചത്. നന്മയുള്ള മനസ്സാണ് എല്ലാവർക്കും. ശരി ഫെലിക്സ്.